സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സമരം അവരുടെ നിരാഹാര സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും ശക്തമായ നിലയിൽ സമരം തുടരുന്നത്. ഇപ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തങ്ങളുടെ ഈ വേദന അത് കാണണം, അല്ലെങ്കിൽ തങ്ങളുടെ വേദന കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരിനോടൊരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. നിരാഹാര സമരത്തിന്റെ 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കുന്നത്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനിടയിൽ ഈ 9 ദിവസത്തിനിടയിൽ തലസ്ഥാന നഗരി കണ്ടതാണ്. ഈ CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിരാഹാരമിരിക്കാൻ തുടങ്ങിയിട്ട് 9 ദിവസം പിന്നിടുകയാണ്. പലതവണ ഈ സർക്കാരിനോട് അഭ്യർത്ഥനകൾ നടത്തി ഇനി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുവാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ ഈ ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് നിയമനം സാധ്യമാകണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. എന്നാൽ ഈ പ്രതിഷേധക്കാരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചു. ഇതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമാക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ ഒരുങ്ങുന്നത്. പല രീതിയിൽ ഉപ്പുകല്ലിൽ മുട്ടിട്ട് നിന്നും അതോടൊപ്പം തന്നെ മുട്ടിട്ട് ഇഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചുമെല്ലാം നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും തുടർ പ്രതിഷേധം എന്ന നിലയിൽ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇപ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ സർക്കാരിന് മുന്നിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഈ പ്രതിഷേധം പല ദിവസങ്ങൾ പല സമരങ്ങൾ കണ്ടിരിക്കുന്നു. വീണ്ടും പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്. വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. താനും നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 10 ദിവസം ഉണ്ടെന്ന് പറയുമ്പോഴും അതിൽ പ്രവൃത്തി ദിവസങ്ങൾ കുറവാണ്. അതിനിടയിൽ ഹോളിഡേയ്സ് വരുന്നുണ്ട്, ദുഃഖവെള്ളി, ഈസ്റ്ററും അതുകൂടാതെ നമുക്ക് വിഷു എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്കിനി വർക്കിംഗ് ഡേയ്സ് കുറവാണ്. നമ്മുടെ ഇന്നലത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ ശരിക്കും ഞങ്ങൾക്ക് ഒന്നും അതിൽ നിന്ന് വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്ന തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് 570 വേക്കൻസി ഇപ്പോൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊരു നമുക്ക് അർഹിക്കുന്ന ഒന്നും ലഭിച്ചില്ല. ഇനിയും ഞങ്ങൾ പ്രതിഷേധം എന്ന് സർക്കാരിനെതിരെ എന്നുള്ളതല്ല, ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ അവസ്ഥ സർക്കാർ കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ കൂടുതലും പലരും ഫിസിക്കലി മെന്റലി എല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. എങ്കിലും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പരസ്പരം കരുത്തേകിയാണ് ഇവിടെ ഓരോ ദിവസവും ഓരോ സമരമുറകൾ എന്ന് പറയും. സമരമുറകൾ എന്താണെന്നൊന്നും നമ്മൾക്കറിയില്ല. പക്ഷെ സർക്കാരിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലും ഓരോ ദിവസം ചെയ്യും. ഇന്നത്തെ സമരമുറ തന്നെ ശരിക്കും ഞങ്ങൾ റാങ്ക് ഫയൽ മുന്നിൽ വെച്ചിട്ട് കണ്ണ് മൂടിക്കെട്ടി ഏത്തവിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഈ തെരുവിൽ വന്ന് കിടക്കേണ്ടി വന്നത് ഈ റാങ്ക് ലിസ്റ്റാണ്. അത്രയധികം സ്വപ്നം കാക്കി എന്നതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായതുമാണ് നമ്മൾ ഇവിടെ വന്ന് കിടക്കുന്നത് പോലും. അപ്പൊ ഞങ്ങൾ പഠിച്ചതും ഈ ലിസ്റ്റ് വന്നതും തെറ്റായി പോയി എന്നുള്ളൊരു തോന്നൽ ഞങ്ങളിൽ ഉള്ളിലേക്ക് വന്നു തുടങ്ങി. അത്രയധികം പ്രതീക്ഷ കാക്കിക്കുണ്ടായിരുന്നു. കാക്കി ഞങ്ങൾ അണിഞ്ഞു വീട്ടിലെത്തും എന്നുള്ളൊരു സ്വപ്നത്തിൽ. ഇനി ഇവിടുന്ന് പ്രതീക്ഷകളെല്ലാം ഇവിടെ കളഞ്ഞു. ഞങ്ങളുടെ ആശകളും ജീവിതത്തിലോട്ട് മുന്നോട്ടുള്ള വെളിച്ചം ഇവിടെ വെച്ച് അണഞ്ഞു പോകുമെന്നുള്ള അവസ്ഥയിലായപ്പോഴാണ് ഞങ്ങൾ ഇനിയും ഓരോന്ന് സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ഓരോ മുറകളും അഭ്യസിക്കുന്നത്. തന്നെയാണ് അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ക്യാബിനറ്റ് മീറ്റിംഗിലും കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗിലും ഈ സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമരത്തെക്കുറിച്ചോ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മാത്രമല്ല സമരത്തെ അവഗണിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതിഷേധം ഒന്നുകൂടി ശക്തമാക്കുന്നത്. കണ്ണുകൾ മൂടിക്കെട്ടി ഉള്ള പ്രതിഷേധമാണ്. അതോടൊപ്പം കണ്ണുകൾ മൂടിക്കെട്ടുകയും ഈ PSC റാങ്ക് ഫയൽ കയ്യിൽ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. റാങ്ക് ലിസ്റ്റ് കൈവച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധിച്ച് ഏത്തമിട്ട് പ്രതിഷേധിക്കും. അങ്ങനെ ഈ ആവശ്യം സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉദ്ദേശിക്കുന്നത്. കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അതെ, കണ്ണുമുട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിന്ന് കണ്ണുമുട്ടി പ്രതിഷേധിക്കുന്നത്. അവസാന സാധ്യതകൾ കൂടിയാണ്. ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. 19 അവസാനിക്കും. ഇനി കുറച്ച് വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേക്കൻസി കിട്ടണം. അതുതന്നെയാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമരം ശക്തമാക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മന്ത്രിസഭാ മീറ്റിംഗിലടക്കം ഇതിൽ ഒരു പ്രതീക്ഷ വെച്ചിരുന്നെങ്കിൽ പോലും അതും സാധിച്ചില്ല. ഇതോടുകൂടിയാണ് വീണ്ടും സമരങ്ങൾ ശക്തമാക്കുന്നത്. ഈ 9 ദിവസം തുടർ സമരം എന്ന നിലയിൽ പല രീതിയിലുള്ള സമരമുറകൾ ഉദ്യോഗാർത്ഥികൾ
ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ട് പ്രതിഷേധിച്ചു, മുട്ടിട്ടെറിഞ്ഞ് പ്രതിഷേധിച്ചു, കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിച്ചു. ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക്, അതായത് കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായിട്ടുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. സ്വയം അവരുടെ ഒരു പ്രതിഷേധം സർക്കാരിന് മുന്നിലേക്ക് അറിയിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിൽ കാക്കി സ്വപ്നം കണ്ട് ജീവിച്ച ഒരുപറ്റം പെൺകുട്ടികളാണ് അവർ. ഈ കാക്കി കുപ്പായം അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സേവനനിരതരായി നിൽക്കണമെന്നെല്ലാം ആഗ്രഹിച്ച ഒരുപറ്റം പെൺകുട്ടികളാണ്. അത് സാധിക്കാതെ പോകുമ്പോൾ, റാങ്ക് ലിസ്റ്റുകൾ അടക്കം വന്നിട്ടും അത് സാധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദനയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അടിയന്തരമായ അധികൃതരുടെ ഭാഗത്തുനിന്ന് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇന്ന് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത്.